ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന കൽക്കണ്ടാണ്. ഇതെങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരികയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ചിലർ പറഞ്ഞത് ഒരു കഷ്ണമൊക്കെ എഴുകിയിട്ട് നമ്മൾ കുറുക്കുണ്ടാക്കുമ്പോൾ അതിൽ ഇട്ടാലും മതി എന്ന് പറയും. എനിക്കിപ്പോൾ ഈ രീതിയാണ് ഇഷ്ടം. ഞാൻ ഇപ്പോൾ ചെയ്യണ ഈ രീതിയാണ് എനിക്കിഷ്ടം. നമ്മൾ കൽക്കണ്ടം നേരിട്ടിട്ട് കുറുക്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അലിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിൽ അഴുക്കുണ്ടെങ്കിൽ അത് കുറുക്കിൽ ആയിപ്പോവും. പിന്നെ നമുക്കതിൽ കുറുക്കിൽ കാണാൻ പറ്റൂല്ല. അപ്പോൾ എനിക്ക് ഈ രീതിയാണ് ഇഷ്ടം. ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കൽക്കണ്ടം പതുക്കെ ഒന്ന് കഴുകിയിട്ട് വേറെ പാത്രത്തിലേക്ക് ആക്കുക. കൽക്കണ്ടത്തിൻ്റെ മീതെ വരെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ചെറിയ തീയിൽ നമ്മൾ ഇത് ഇളക്കി ഉരുക്കി എടുക്കണം. ഉരുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കട്ടിയിൽ ഉരുക്കിയെടുക്കരുത്. അങ്ങനെ ആയാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കണം. കട്ടിയിൽ ഉരുകിപ്പോയാൽ നമ്മൾ തണുക്കുമ്പോൾ അത് വീണ്ടും കട്ടയാവും. അപ്പോൾ അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കാൻ നമുക്ക് തീരെ പറ്റില്ല. ഇത് തണുത്ത ശേഷം ഒരു പാത്രം വയ്ക്കുക. അതിൻ്റെ മുകളിൽ അരിപ്പ വയ്ക്കുക. അതിൻ്റെ മുകളിൽ നല്ലൊരു തുണി, വെള്ള തുണിയും കൂടി വെച്ചിട്ട് വേണം നമ്മൾ അരിച്ചെടുക്കാൻ. അരിപ്പയിൽ കൂടെ അരിച്ചെടുത്താൽ ചെറിയ കരടൊക്കെ അതിൽ കൂടെ പോവും. അതിനേറ്റവും നല്ലത് നമ്മൾ തുണിയിൽ കൂടെ അരിച്ചെടുക്കുന്നതാണ്. അതിൽ കൂടെ അരിച്ചെടുത്തിട്ട് എത്രത്തോളം ചെളിയും അതുപോലെ തന്നെ പൊടികളും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രത്തോളം പൊടിയും അഴുക്കും ഒക്കെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനെക്കാട്ടും കൂടുതൽ കിട്ടാറുമുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും നല്ല രീതി തോന്നിയത് ഇതാണ്. നല്ലതായിട്ട് പൊടിയും അഴുക്കൊക്കെ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ബൈ, സീ യു.